ഷുഗർ കംപ്ലൈൻ്റ് ഉള്ളവർക്ക്, ഷുഗർ കൂടി നിൽക്കുന്നവർക്ക് ഈ ഒരു ഉപ്പേരി തിന്നുകയാണെങ്കിൽ ഷുഗർ ഒന്ന് ലെസ് ആവാൻ സാധ്യതയുണ്ട്. നമ്മളെ പ്രധാന സംഭവം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പ്ലാവിലയുടെ കൂമ്പ്. ഇന്നർ ഓർഗൻസിൽ നീരുണ്ടെങ്കിൽ അത് കളയാൻ വരെ ഈ ഉപ്പേരിക്കൊരു കഴിവുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചക്കറികൾ കൊണ്ട് മായാജാലം തീർക്കുന്ന നമ്മുടെ മധു ടീച്ചറിൻ്റെ കൂട്ടത്തിൽ പുതിയൊരു വിഭവമായിട്ട് അല്ലേ? അത് ഇന്നത്തെ വിഭവം വ്യത്യസ്തമാണ്. അത് ടീച്ചറെല്ലാം ഇങ്ങനത്തെ എന്ത് സാധനം കിട്ടിയാലും അത് കറി വെച്ച് കളയും. അതെ. അപ്പോൾ ഇന്ന് ടീച്ചർ നമുക്ക് വേണ്ടിയിട്ട് പ്ലാവിലയാണ് കറി വെക്കുന്നത് അല്ലേ? പ്ലാവിലയുടെ കൂമ്പ്. എന്നതായാലും എല്ലാ ഇലവർഗ്ഗങ്ങൾ കറി വെക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ പ്ലാവിലയുടെ കൂമ്പ് കറി വെച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ്. അത് വെറും കറി മാത്രമല്ല, അത് ഈ ഷുഗർ കംപ്ലൈൻ്റ് ഉള്ളവർക്ക്, ഷുഗർ കൂടി നിൽക്കുന്നവർക്ക് ഈ ഒരു ഉപ്പേരി തിന്നുകയാണെങ്കിൽ ഷുഗർ ഒന്ന് ലെസ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല, അപ്പോൾ നമ്മൾ വീഴാം, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പറ്റാം, എങ്ങനെയായാലും നമ്മളെ ബോഡിക്ക് ക്ഷതം ഉണ്ടെങ്കിൽ നമ്മളെ ബോഡിയുടെ മേൽഭാഗത്തെ നീരൊക്കെ പെട്ടെന്ന് മാറും. പക്ഷെ അത് ഇന്നർ ഓർഗൻസിൽ നീരുണ്ടെങ്കിൽ അത് കളയാൻ വരെ ഈ ഉപ്പേരിക്കൊരു കഴിവുണ്ട്. നമ്മളേതായാലും ആട് കഴിക്കുന്ന പോലെ പ്ലാവില വെറുതെ കഴിക്കില്ലല്ലോ പച്ചക്ക്. അപ്പം അതിനെ ഒരു വിഭവമാക്കിയിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് കൂടുതലിട്ട്, അപ്പോൾ നല്ലൊരു സംഭവമാണ്. വീട്ടിൽ വെക്കാറുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടേസ്റ്റ്. എന്തായാലും ശരീരത്തിന് നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഉപ്പേരിയായിരിക്കും, അതുറപ്പാണ്. പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചെയ്ത് കണ്ടിട്ടുമുണ്ട് ഞാൻ വീട്ടിലൊക്കെ. ഞാൻ വാദത്തിൻ്റെയും വാദനീരിൻ്റെയും ആമവാദം, അങ്ങനെ പല ടൈപ്പ് വാദങ്ങളുണ്ട്. അതിനൊക്കെ നമ്മൾ കുഴമ്പ് കാച്ചുമ്പോഴും വെള്ളം ചൂടാക്കുമ്പോഴും വെള്ളം തിളപ്പിക്കുമ്പോഴൊക്കെ ഈ പഴുത്ത പ്ലാവിലയുടെ ഞെട്ടിയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഈ ചക്കയുടെ എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ നമുക്ക് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമുക്ക് യൂസ്ഫുള്ളാണ്. അപ്പം പിന്നെ ഈ ഭാഗം ഒട്ടും വിഷാംശമില്ലാത്ത ഒരു സംഭവമാണ് ചക്കയും. അതെ, ആരും ഒരു കെമിക്കലോ ഒന്നും കൊണ്ട് ഇടുന്നില്ലല്ലോ. അതെ. ഇപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, വാദവും അല്ലെങ്കിൽ പ്രമേഹവും അങ്ങനെയൊക്കെ അസുഖങ്ങളുള്ളവർ ഇനി മുതൽ പ്ലാവില കൂമ്പോട് കൂടി പറിച്ച് ഈ ഉപ്പേരി ഉണ്ടാക്കി കഴിക്കാം. ഒരിക്കലും പ്ലാവില മൂക്കാൻ വേണ്ടി അവിടെ നിർത്തി കളയരുത്. തളിരോടെ തന്നെ പറിച്ച് തീർത്തേക്കാം. ആടുള്ളവരാണെങ്കിൽ ആടിന് വേണ്ടിയിട്ട് കൊമ്പ് കിട്ടുമല്ലോ. അതെ, തളിര് മതി നമുക്ക്. അപ്പം എന്തായാലും നമുക്ക് പ്ലാവില തോരൻ വെക്കാം. തുടങ്ങാം. നമുക്ക് എത്ര മതി, ഒരു പിടി മാത്രം മതി. കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അതിലേക്ക് ഇൻഗ്രീഡിയൻസ് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, സോഫ്റ്റ് അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഒരു പിടി എടുക്കുക, എന്നിട്ട് ചെറുതാക്കി മുറിക്കണം. വളരെ എത്രമാത്രം ചെറുതാക്കാവോ അത്രമാത്രം നല്ലതാണ്. ഇപ്പം നമ്മൾ ഇലയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി, കടുകൊക്കെ പൊട്ടിച്ച് എണ്ണ ഒഴിക്കണം. ചെറിയ മഴയൊക്കെ ചാർന്നുണ്ടല്ലോ ടീച്ചർ. മഴയുണ്ട്, മഴക്കാലല്ലേ. മഴക്കാലം തുടങ്ങിയതിൻ്റെ ആ ഒരു സന്തോഷം അല്ലേ? ഈ സമയത്ത് പിള്ളേരൊക്കെ ആണെങ്കിൽ സ്കൂളിൽ നനഞ്ഞൊക്കെ പോകുന്ന, അപ്പം പഴയ കാലങ്ങളൊക്കെ ഓർക്കുന്നില്ലേ? അതെ, അതുപോലെ തന്നെ പിള്ളേർ പോയി കഴിഞ്ഞാൽ അപ്പം ജലദോഷവും പനിയും അങ്ങനെയൊക്കെ ആയിട്ടല്ലേ ഇപ്പോൾ വരുന്നത്. അതെ അതെ. എണ്ണ ചൂടാവുന്നുണ്ടേ. കടുകിടാം, 2 സ്പൂണ്, ചെറിയ സ്പൂണിന് കടുക് ഇട്ടു.
ഇനി അതിൻ്റെ ഇടാൻ പോണ പരിപ്പോ? കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പരിപ്പിടണം. പരിപ്പ് ഇത്ര മതി? ഓ, ഇതൊരു ചെറിയ സ്പൂണിന് 2 സ്പൂൺ പരിപ്പുണ്ട്, അത് മതി. കടുകൊന്ന് സെറ്റാകുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 5 പച്ചമുളകുണ്ട്. അത് ഒരു എന്താ പറയുക, ചരിച്ച് മുറിച്ചിട്ടുണ്ട് ഞാൻ. എങ്ങനെയായാലും കുഴപ്പമില്ല, പക്ഷെ നമുക്കൊരിത്തിരി ഭംഗി ഇരുന്നോട്ടെ. വട്ടത്തിൽ മുറിക്കുന്നതിനെക്കാട്ടിലും. ഇനി ഇതിലൊരു 5 വെളുത്തുള്ളി ഉണ്ട്, ഒരു 4 ചെറിയ ഉള്ളിയുണ്ട്. അപ്പം അതും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ചെറിയ 2 സവാള ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. നമ്മൾ തോരനല്ലേ ടീച്ചർ വെക്കുന്നത്? എന്ത് തോരനല്ലേ? തോരൻ പെട്ടെന്ന് ഉണ്ടാക്കി, അല്ലെങ്കിൽ മഴ പെയ്തിട്ട് ചാറേറിയായി പോകും. അതെ, തോരനൊക്കെ കൂടി ചാറാവില്ലേ? ശരിക്കും ഇതൊന്ന് വാടണം, ഒരു ബ്രൗൺ കളറാവണം. അപ്പം നമുക്ക് നമ്മളെ പ്രധാന സംഭവം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പ്ലാവിലയുടെ കൂമ്പ് ചെറുതായി അരിഞ്ഞ്. അതെ, അത് അത്ര മതി സംഭവം. പക്ഷേ നല്ലൊരു ഗുണപ്രദമായൊരു സംഭവമായിട്ട് മാറും. ഒരുപാട് നീരുള്ളവർക്കേ, ശരീരത്തിൽ ഒരുപാട് നീര്, പല വാതകം എന്തായാലും ശരി, നീരുള്ളവർക്ക് ഇതേപോലത്തെ ഉപ്പേരി ഉണ്ടല്ലോ, ഇടയ്ക്കൊക്കെ വെച്ച് കൂട്ടുന്നത് നല്ലതാണ്. അല്ലാത്തവർക്ക് ആഴ്ചയ്ക്ക് 1 പ്രാവശ്യം വെച്ച് കൂട്ടാം. ഷുഗർ ഉള്ളവർക്ക് വെച്ച് കൂട്ടാം. നീരുണ്ടായാലും അപ്പം അതിൻ്റെ അതെ ഓ, നല്ലൊരു കറിയല്ലേ, നല്ലൊരു ഉപ്പേരിയാ. അപ്പം അത് വല്ലാതെ കുത്തുന്ന ഒരു ടേസ്റ്റ് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ, തോന്നാതിരിക്കാനാണ് കൂടുതൽ ഉള്ളിയൊക്കെ ഇതിലിട്ടിട്ടുള്ളത്. ഇതൊരു പിടി മതി, ഒരു പിടി എടുത്ത്. കൂടുതലായി കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ കഴിക്കാൻ തോന്നൂല. ചെറിയൊരു അളവിലേ എടുക്കാവുള്ളൂ. ചെറിയ അളവിൽ, വളരെ ചെറിയ അളവിൽ. അതിൽ കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസ് വേറെ ഇടണം. പെട്ടെന്ന് വെന്തും കിട്ടും കേട്ടോ. ഓ, നമുക്കിപ്പോൾ ഈ ആരോ പറഞ്ഞ പോലെ പകുതി വെന്താൽ മതിയല്ലോ ഇലയൊക്കെ. ഇല, ഉള്ളി അതൊക്കെ പച്ചയ്ക്ക് നമ്മൾ സാലഡായിട്ട് കഴിക്കുന്നില്ലേ ഉള്ളിയൊക്കെ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ചെറിയ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിനൊരു പാകത്തിന് ഒരു ചെറിയൊരു സ്പൂണിൽ 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ കുറച്ച് വെച്ചതുകൊണ്ട് അതൊരു പുക പോലെ വരുന്നത്. വെളിച്ചെണ്ണ മതി. ഇനിയിപ്പം എണ്ണ പാടില്ലാത്തവർക്ക് എണ്ണ തീരെ ഇല്ലാണ്ടാക്കാം, ഉള്ളിൽ മാത്രം വേവിക്കാം. പക്ഷെ എന്തായാലും വറവിടണം എന്നുണ്ടെങ്കിൽ കുറച്ചെണ്ണ എന്തായാലും വേണം. എണ്ണ കൂടുതൽ വേണ്ടവർക്ക് എണ്ണ കൂടുതൽ, അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. അപ്പോൾ ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു കോപ്പ പിന്നെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ആ തേങ്ങ ചിരകിയതാണ്, ഒരു മുറി തേങ്ങയുണ്ട് ഇത്. ഇനിയിപ്പോൾ തേങ്ങ കൂടിപ്പോയി എന്ന് ആർക്കും വിഷമം വേണ്ട. തേങ്ങ അധികം വേണ്ടാത്തവർക്ക് തേങ്ങ കുറച്ച് മതി. ഇതിപ്പോൾ നമ്മളെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്വയം ഉണ്ടാക്കാം. പിന്നെ കൂടുതൽ വീട്ടിൽ അംഗങ്ങളുണ്ടെങ്കിൽ എല്ലാവർക്കും ചെല്ലണമല്ലോ, അതിന് തേങ്ങ കുറച്ചുകൊണ്ട് കൂട്ടുക, ഉള്ളിയും കുറച്ച് കൂട്ടുക.
അപ്പോൾ പ്ലാവിലേൻ്റെ ആ ഒരു ഇതൊക്കെ അങ്ങ് മാറി ഒരു നല്ല കാഴ്ചയ്ക്ക് തന്നെ അടിപൊളി മാറിയില്ലേ, സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. കഴിക്കാൻ തോന്നുന്നില്ലേ? അതെ അതെ, അതാണ് മതി ടീച്ചറിൻ്റെ ടെക്നിക്ക് അല്ലേ? അല്ല, ഇതിൽ വലിയ ടെക്നിക്കൊക്കെ എല്ലാവർക്കും അറിയും, പക്ഷെ എൻ്റെ ചെറിയൊരു സംഭവം ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുമ്പോണ്ടല്ലോ, ചോറിന് നമ്മളെ കുട്ടികളിപ്പോൾ സ്കൂളിൽ പോകുന്നില്ലേ, അപ്പോൾ അവരോട് പറയണ്ട പ്ലാവിലയാണെന്നൊന്നും, അവർക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നും ആവില്ല. അപ്പോൾ ഉപ്പേരി വെച്ച് കൊടുത്ത് വിട്ടാലേ അവരിതും കൂട്ടിയിട്ട് ചോറ് തിന്നും. ഇതൊരു ചമ്മന്തി ആയാൽ മതിയല്ല. അതെ, അധികം ചാറ് കറി സ്കൂളിലേക്ക് ഇല്ലാത്തതാണ് നല്ലത്. പിള്ളേർക്ക് ഒരു വെറൈറ്റി ആയിരിക്കും. ഞാനിത് ഓഫാക്കാൻ പോവുകയാണ്, ആയിട്ടുണ്ട്. ഓഫാക്കിയിട്ട് പിള്ളേരുടെ വെറൈറ്റി ആയിട്ട് അതെ അതെ. അപ്പോൾ അടുത്തിരിക്കുന്ന കുട്ടി ചോദിക്കും, അപ്പോൾ ഇതെന്താ നിനക്കൊന്ന് വേറൊരു ഉപ്പേരി ഒന്ന് തിന്ന് നോക്കെന്ന് പറയുമ്പോൾ അവൻ വീട്ടിൽ ചെന്ന് പറയും. അങ്ങനെ ഉണ്ടാക്കാം. അങ്ങനെ എല്ലാവരും ആരോഗ്യപരമായിട്ട് ഇരിക്കട്ടെ. തേങ്ങയൊക്കെ വേണ്ടാന്നുള്ളവർ ഇത്രയൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ പ്ലാവില തോരൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. കുറച്ച് കഴിക്കാം. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇടാം. ഈ പരിപ്പിട്ടില്ലേ നമ്മൾ, അതിന് പകരം ഉഴുന്ന് പരിപ്പിടാം. അത് ആർക്ക് എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഇടാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? യെസ്. ശരിക്കും നമ്മുടെ മനസ്സിലുള്ള ഒരു പ്ലാവിലേൻ്റെ ആ ഒരു ഇത് വരുന്നേ ഇല്ല. ഇല്ലല്ലോ, അതാണ് പറഞ്ഞത്. ഇതൊരു പുതിയ അനുഭവം കേട്ടോ. കാരണം പ്ലാവില തോരൻ വെച്ച് കഴിക്കുന്നുള്ളത് ആദ്യമായിട്ട് കഴിക്കുന്നതാണ്. എന്തായാലും നന്നായിട്ടുണ്ട്. ഇടയ്ക്ക് ആ പരിപ്പ് കടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു വിഭവമാണ്. ഈ പ്ലാവില തോരൻ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വലിയൊരു ആകാംക്ഷ ഒന്നും ഇല്ലായിരുന്നു ടീച്ചർ ഇങ്ങനെ പറഞ്ഞപ്പോൾ. പക്ഷെ നല്ല സൂപ്പർ, അതിന് അപ്പുറത്തേക്ക് വേറെ ഒന്നും പറയാനില്ല. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം. നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്. ഒരു വെറൈറ്റി ഉപ്പേരിയാണ്. കാശിനൊന്നും ചിലവില്ലാതെ തന്നെ നമുക്ക് ഒരു ചിലവില്ല. അതെ, വീട്ടിൽ തേങ്ങയും പ്ലാവും ഒക്കെ മിക്ക സ്ഥലങ്ങളിലുണ്ട്. തേങ്ങ എത്ര ഇല്ലെങ്കിലും പ്രശ്നമില്ല. പിന്നെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പം നീരും വാദമൊന്നും ഉള്ളവർ മാത്രമല്ല, എല്ലാവരും പ്ലാവിലത്തോരൻ വെച്ച് കഴിക്കുക അല്ലേ? അപ്പം നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം.